നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലേ? ഞായറാഴ്ചയാണല്ലോ. പിന്നെ ഇന്ന് അമ്മമാരുടെ ദിവസമല്ലേ? എത്ര പേർ അമ്മയെ ഓർക്കുന്നുണ്ട്? എത്ര പേർ ഓൾഡ് ഏജ് ഹോമിൽ എത്തിച്ചിട്ടുണ്ട്? പുതിയ ഒരാൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അമ്മ ഭാരമാകുമല്ലേ? നമ്മൾ അമ്മയെ വയോജന കേന്ദ്രങ്ങളിലും മറ്റുമൊക്കെ എത്തിക്കും. ഇല്ലെങ്കിൽ വല്ല അമ്പലങ്ങളിലും കൊണ്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് പോരും. അതല്ലേ നടക്കുന്ന. അമ്മയെ കൊല്ലുന്ന മക്കളുമുണ്ട്. എന്തായാലും ഞാൻ ഓർക്കുന്നത് എൻ്റെ അമ്മ മരിച്ചുപോയി, അതിൻ്റേതായിട്ടുള്ള സങ്കടം ആ ഒരു ഡിസീസിനെ പറ്റി പഠിപ്പിക്കുമ്പോഴെപ്പോഴും എൻ്റെ മനസ്സിൽ തെളിയാറുണ്ട്. അമ്മയ്ക്ക് വന്ന ആ ഒരു സിൻഡ്രോം, ആ അസുഖം, സോഡിയം കുറഞ്ഞിട്ടാണ് അമ്മ മരിച്ചത്. എന്തൊക്കെയായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും നല്ല രീതിയിൽ അമ്മമാർ ഉള്ളവർ, അതൊരു ഭാഗ്യമാണ്. അമ്മയെ കാണുന്നത് തന്നെ ഒരു ഐശ്വര്യമാണ് അല്ലേ? അപ്പോൾ അമ്മമാരുള്ളവരെല്ലാം അമ്മമാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഏകദേശം 29 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ SUT ഹോസ്പിറ്റൽ പട്ടം SUT ഹോസ്പിറ്റൽ ഡോക്ടർ ലളിതയുടെ തലയിൽ ചവിട്ടിയതും, അതായത് നമ്മുടെ മാലാപാർവതിയുടെ അമ്മയായിട്ടുള്ള ഡോക്ടർ ലളിതയുടെ തലയിലേക്ക് പ്രസവവേദന കൂടി വേദനയോട് സഹിക്കാൻ പറ്റാതെ ഒറ്റ ചവിട്ട് കൊടുത്ത മാഡത്തിൻ്റെ തലയിലായിപ്പോയി. പിന്നെ പെത്തിഡിയും കൊടുത്ത് എന്നെ സെഡേറ്റ് ചെയ്തതിന് ശേഷം 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, അമ്മ ബാഗ് ഓപ്പൺ ചെയ്തു, ഫ്ലൂയിഡ് വരികയാണ് ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മേശപ്പുറത്ത് ഒരു റോസ് ഷോളിൽ പൊതിഞ്ഞ് ഒരു റോസ് മുഖമുള്ള ഒരു കുഞ്ഞ്, അവൻ എൻ്റെ എല്ലാമാണ്. അതാണ് എൻ്റെ മൂത്ത മകൻ. പിന്നെ അടുത്ത കുഞ്ഞെന്ന് പറയുന്നത് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ, അന്ന് മെഡിക്കൽ കോളേജായിരുന്നു അത്. അവിടെ എത്രയോ മണിക്കൂർ വേദന സഹിക്കാൻ പറ്റാതെ തലേ ദിവസം തന്നെ ബാഗ് പൊട്ടി, ബാഗ് ഓഫ് വാട്ടേഴ്സ്, അതായത് നമ്മുടെ ആംനിയോട്ടിക് സാക്സ് പൊട്ടിയിട്ട് അത് പിറ്റേ ദിവസം പിറ്റോസിൻ തന്ന് അവർ വേദന ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ കുട്ടി ജനിച്ചത് ഉച്ചയ്ക്ക് ശേഷമാണ്, എൻ്റെ മകൾ. പക്ഷേ അപ്പോഴും ഞാൻ അവിടെ കണ്ടത് ഡോക്ടേഴ്സിൻ്റെ ഒരു അലംഭാവം ഉണ്ടായിരുന്നു. അവിടെ പ്രത്യേക അന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. അപ്പോൾ ഇവരിങ്ങനെ പിറ്റോസിൻ തന്നതിനെ വേദനിപ്പിച്ച് ഞാനത് ട്രിപ്പ് മാറ്റണേ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴും അവർ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മകളുടെ തലയിലൊക്കെ നനഞ്ഞ തലയിൽ ചെറിയ മുടികളുടെ വിളിയിലേക്ക് വരുന്നത് ഞാൻ കണ്ടത്. ഞാൻ ഓടി വിളിച്ചു. ഡോക്ടർമാരൊക്കെ അന്ന് കുമാരിയോ എന്തൊക്കെയോ എനിക്കറിയില്ല, വനിതയോ അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിളിച്ചത് ബേബി ഈസ് കമ്മിങ് ഔട്ട് മാം എന്ന് വിളിച്ച് പറയുന്നതും അവരോടി വന്ന് കുഞ്ഞിനെ എടുത്തതും. കുഞ്ഞ് നിശ്ചലമായിരുന്നു, നീലച്ച നിറയത്തിലായിരുന്നു. അവസാനം അവർക്ക് ഒരാഴ്ചയുടെ പരിചരണത്തിലൂടെയാണ് കുഞ്ഞിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയത്. കാരണം കഴിഞ്ഞ ദിവസം ആംനിയോട്ടിക് ഫ്ലൂയിഡ് വെളിയിൽ വന്നപ്പോൾ അത് അവൾ ലങ്സിലേക്കും അവളുടെ ഇൻഡസ്ട്രീനിലേക്കൊക്കെ കയറിയിട്ട് ലങ്സിൽ ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യുകയും നീല നിറമായിരുന്നു കുഞ്ഞ്. പൾസൊക്കെ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ആ കുഞ്ഞ് ജനിച്ചു. ഇപ്പോൾ അവൾ ഇങ്ങോട്ട് അഡ്വക്കേറ്റ് കളിക്കുന്നുണ്ട്. എന്തായാലും ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ മക്കൾ മാത്രമാണ്. ലോകത്ത് നമ്മുടെ മക്കളുടെ പ്രായമുള്ള എല്ലാ മക്കളെ കാണുമ്പോഴും നമുക്ക് മക്കൾ എന്നുള്ളൊരു തോന്നൽ വരും. അവരെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടും. അങ്ങനെയാണ്. കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ 5 വയസ്സുള്ള കുട്ടികളെ ഇഷ്ടം, 10 വയസ്സാകുമ്പോൾ അങ്ങനെ, ഇപ്പോൾ 25, 30 ഒക്കെ ആകുമ്പോൾ അങ്ങനെ അവരെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. മക്കളെന്ന രീതിയിൽ ഇഷ്ടപ്പെടും. ഓരോ അമ്മയും ഒരു ദേവത തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. മുലപ്പാലിൻ്റെ ഓരോ തുള്ളിയും അമൃതമാണ്. ആ അമൃതിലൂടെയാണ് കുട്ടിക്ക് ആദ്യമായി ഇമ്മ്യൂണിറ്റി പകർന്നു കിട്ടുന്നത്. വയറിൽ കിടക്കുമ്പോഴും പ്ലാസൻ്റ വഴി കുഞ്ഞിന് അമ്മ എല്ലാ ഇമ്മ്യൂണിറ്റിയും, അസുഖം വരാതിരിക്കാനുള്ള എല്ലാ റെസിസ്റ്റൻസും അമ്മ പകർന്നു നിർത്തുന്നു. മുലപ്പാലിലൂടെയും കൊടുക്കുന്നു. അത് സ്നേഹം മാത്രമല്ല, താനും മക്കളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവർ ഞാനാണ്. അവർക്ക് പനി വന്നാൽ അമ്മയെ അറിയും, അവർക്ക് വേദന വന്നാൽ അമ്മയെ അറിയും. അതാണമ്മ. അവർക്ക് സങ്കടം വന്നാൽ അമ്മയെ അറിയും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അമ്മമാരെയൊന്നും ഇഷ്ടമില്ലല്ലോ. എന്നാലും അവനൊരു പ്രയാസം വന്നാൽ, അല്ലെങ്കിൽ അവൾക്കൊരു പ്രയാസം വന്നാൽ അമ്മയുടെ മനസ്സെങ്ങനെയാണെന്നില്ല, എത്ര ദൂരെയാണെങ്കിലും അമ്മയുടെ മനസ്സിലൊരു വിങ്ങൽ വരും. ഇങ്ങനെയുള്ള അമ്മമാരെ നിങ്ങൾ കൊണ്ട് കളയരുതേ. പാവം, അവർ നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ അവർക്കൊരാഗ്രഹമുണ്ടാകും. എൻ്റെ അമ്മയ്ക്ക് മരണസമയത്തൊരാഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അത് സാധിച്ചില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അമ്മ എന്ന് പറയുന്നത് ദൈവമാണ്. ഈ മണ്ണിൽ കണിയേണ്ട ദൈവമാണ് അമ്മ. ആ അമ്മയെ കണ്ട് കളഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. ഓക്കെ, അമ്മയെ വന്ദിക്കുന്നു. എല്ലാ അമ്മമാർക്കും നല്ലത് വരട്ടെ.